Sindhu ma'am, our next speaker, will give us insights on gestational diabetes. She is a registered dietitian and a nutritionist at Diabetes Care India and New Yoga Kochi. She has over 19 years of experience and is also doing PhD in Gestational Diabetes Mellitus. I take this opportunity to welcome you, ma'am. Over to you, ma'am. Thank you, Rose. Am I audible? Yes, ma'am, you're audible. Okay. Good evening to everyone present here. Let me begin by sharing my screen. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന പ്രഗ്നൻസിയെ കുറിച്ചാണ്, അതിന്റെ ഒരു മേജർ കോംപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അബൌട്ട് പ്രഗ്നൻസി, അതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. സോ ഈ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ സാധാരണ പ്രഗ്നൻസിയെ ഒരു 40 വീക്സ് ആയിട്ടാണ് ടോട്ടൽ നമ്പർ ഓഫ് വീക്സ് ഇൻ പ്രഗ്നൻസി, 9 മാസത്തിനെ അങ്ങനെയാണ് പറയുന്നത്. അതിന് 3 ട്രൈമെസ്റ്റേഴ്സ് എന്ന് പറയും. ഓരോ 3 മാസത്തിനെയും ട്രൈമെസ്റ്റർ എന്നാണ് പറയുന്നത്. ഈ ചിത്രത്തെ കണ്ടാൽ തന്നെ അറിയാം നമ്മൾ എങ്ങനെയാണ് ആ ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുന്നത്. ആദ്യം ഒരു സൈഗോട്ട് ആവുന്നതും പിന്നെ അത് പ്രോഗ്രസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇതിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതില് പ്രത്യേകിച്ച് അറിയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ഈ ഡെവലപ്പിംഗ് ഫീറ്റസിനായിട്ട് നമ്മളുടെ സൈഡിൽ നിന്ന്, അല്ലാതെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന വ്യക്തി എന്നൊരു ഒന്ന് ആലോചിക്കേണ്ട കാര്യം എന്നാൽ, നമ്മൾ എത്രത്തോളം ആഹാരത്തിലൂടെ ആണെങ്കിലും നമ്മളുടെ ജീവിതശൈലിയിലൂടെ ആണെങ്കിലും എത്രത്തോളം ഈ ഒരു പ്രോസസ്സിനെ സുഗമമായിട്ട് നയിക്കാൻ പറ്റുന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായിട്ടും ഇവിടെ എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് ട്രൈമസ്റ്റർ, ആദ്യത്തെ 3 മാസമാണ് ഒരു ഭ്രൂണമായിട്ടത്, ഭ്രൂണത്തിന്റെ ആ തുടക്കത്തിലെ വളർച്ച, അതായത് ഹാർട്ടിന്റെ ഡെവലപ്മെന്റ്, അതുകൂടാതെ ഐസിന്റെ ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്, അതായത് ആ സ്ട്രക്ചറൽ ആ മെംബ്രെയിൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഓർഗനൽസ് ആ ഫസ്റ്റ് 3 months പീരിയഡിൽ ഓൾറെഡി ഉണ്ടാവുന്നുണ്ട്. ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോ ഈ ഘട്ടത്തില് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും ലേറ്റർ ഓൺ ആ കുഞ്ഞ് എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ ആയി മാറുമ്പം എന്നുള്ളത് വെച്ച്. ഇതിന് പറയുന്ന ഫീറ്റൽ പ്രോഗ്രാമിംഗ് എന്ന് പറയും. ഈ ഫീറ്റൽ പ്രോഗ്രാമിംഗ് സ്റ്റേജ് ഇസ് വെരി ക്രിട്ടിക്കൽ. എന്തുകൊണ്ടെന്നാ വെച്ചാൽ ആ പ്രോഗ്രാമിംഗ് എങ്ങനെ നടക്കുന്നു, പ്രോപ്പറായിട്ട് നടക്കുകയാണെങ്കിൽ, ഇപ്പോ പല സെഷൻസ് നിങ്ങൾ കേട്ട സെഷൻസിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ഈ വോംബിൽ തന്നെയാണ് ഒരു വ്യക്തി എങ്ങനെയാണ് മാറി വരാൻ പോകുന്നത്, എങ്ങനെയാണ് ആ വ്യക്തിയില് ഹെൽത്ത് സ്റ്റേറ്റസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള പല തിയറീസും പല ഗവേഷണങ്ങളും ഇതിനെക്കുറിച്ച് നടന്നിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ പീരീഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ പീരീഡില് നമ്മൾ തീർച്ചയായിട്ടും ആഹാരം കഴിക്കുമ്പോൾ എല്ലാ പോഷകങ്ങളും എത്തുന്ന രീതിയിൽ കഴിക്കുക. ഒരിക്കലും നമ്മൾ ആ ഫസ്റ്റ് 3 months നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൂടുതൽ അങ്ങോട്ട് ഒരു 2 വ്യക്തി ഒരാളും കൂടി ഉണ്ട് നമ്മുടെ ഉള്ളിൽ എന്ന് വിചാരിച്ച് ഭയങ്കര അമിതമായി കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പൊ പറഞ്ഞ രീതിയിലെല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ട് എല്ലാ ന്യൂട്രിയൻസും, പ്രത്യേകിച്ച് ഏറ്റവും ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത് എപ്പോഴും മൈക്രോ ന്യൂട്രിയൻസ് എത്തിക്കാനാണ്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ വിറ്റമിൻസും മിനറൽസും. അപ്പൊ അതെല്ലാം എത്തുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ രീതി ഫോളോ ചെയ്ത് ആ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഇസ് വെൽ മെയിൻറ്റെയിൻ. എനർജി റിക്വയർമെന്റ്, അതായത് നമ്മുടെ ഊർജം കൂടുതലായിട്ട് നമുക്ക് വേണ്ടതും അതുപോലെ പ്രോട്ടീൻസ് ഭയങ്കര അളവിൽ കൂടുന്നതും എല്ലാം ഈ ഭ്രൂണം വലുതായി വരുന്നതിന്റെ പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞ് അതായത് സെക്കൻഡ് ട്രൈമസ്റ്റർ മുതലുള്ള ടൈമിൽ ഭയങ്കര ഒരു ദ്രുതഗതിയിലാണ് ആ ഭ്രൂണത്തിന്റെ വളർച്ച. സോ ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് നമ്മുടെ എനർജി റിക്വയർമെന്റ്, പ്രോട്ടീൻ റിക്വയർമെന്റ് ഭയങ്കര പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും. ഈ ഒരു കാര്യം മനസ്സിലാക്കി നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്തി ആയിട്ടൊരു പ്രഗ്നൻസി തന്നെ നമുക്ക് ഈ നമ്മൾ ലേഡീസ് ആയിട്ടുള്ളവര് പ്രഗ്നന്റ് ആകുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. സോ അതാണ് റിഗാർഡിങ് ഹൗ ഇറ്റ് ഷുഡ് ബി. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇനിയും പലപ്പോഴായിട്ട് വരുന്ന ഒരു സംശയമാണ്, ഞാൻ എത്ര വെയിറ്റ് കൂടണം, എനിക്ക് 10 കിലോ ആണോ, 12 കിലോ ആണോ, 18 കിലോ ആണോ, ഇങ്ങനെ ഒരു സംശയം നമ്മളിൽ പലരിലും ഉണ്ടാവുന്നതാണ്. എനിക്കിവിടെ പറയാനുള്ള, when you become pregnant, any of those ladies out there who are pregnant now, pregnant ആയിട്ടുള്ളവർ ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടും അത് കൺസീവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും അഡോളസെന്റ് ഗേൾസ് ആണെങ്കിലും എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ബോഡി വെയിറ്റ് എങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക.
ഇപ്പൊ ബോഡി വെയിറ്റ് കുറഞ്ഞ ഒരാള് പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ ഈ സ്ലൈഡിൽ തന്നെ മനസ്സിലാക്കുമ്പോൾ ഒരു 12.5 to 18 കിലോസോളം നമ്മൾ ടോട്ടൽ വെയിറ്റ് ഗെയിൻ ടാർഗറ്റ് വെക്കാം. ബട്ട് നോർമൽ വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ ഒരു 11.5 to 16 എന്നാണ് ടാർഗറ്റ് പറയുന്നത്. പക്ഷെ എങ്കിലും ഇപ്പോഴത്തെ ഒരു സിനാരിയോ ഈ ജെസ്റ്റേഷണൽ ഡയബറ്റിസ്, അതായത് പ്രഗ്നൻസിയിൽ വരുന്ന ഡയബറ്റിസിന്റെ പ്രിവലൻസിന്റെ അടിസ്ഥാനത്തിൽ ഈ 16 എന്ന് പറയുന്ന ഒരു ഹയർ കട്ട് ഓഫ് ആണ്. പക്ഷെ എങ്കിലും ഒരു 10 to 12 കിലോസ് വരെ നമുക്ക് ഇൻക്രീസ് ചെയ്യാന്നാണ് പറയുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഓവർ വെയിറ്റിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാം നമ്മളുടെ നമ്പേഴ്സ് ഇസ് ഡിക്രീസിങ്. ടോട്ടൽ വെയിറ്റ് ഗെയിൻ ഇസ് 7 to 11.5 ആണ്. ഒബീസ് ആവുമ്പോൾ തീർച്ചയായിട്ടും 5 to 9 kgs നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് ഈ ടാർഗറ്റ് വെക്കുന്നത് തന്നെ എന്താണ്, ബിഫോർ പ്രഗ്നൻസി എത്രയായിരുന്നു നമ്മുടെ വെയിറ്റ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ടാർഗറ്റ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കി വേണം നമ്മൾ മൂവ് ചെയ്യാൻ. നമ്മൾ ഒരിക്കലും എല്ലാവർക്കും ഒരേപോലെ ഒരു വെയിറ്റ് ഗെയിൻ പ്രോസസ് ആയിരിക്കില്ല. ഓരോ വ്യക്തിക്കും ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ എത്രയായിരുന്നു അവരുടെ വെയിറ്റ് ബിഫോർ പ്രഗ്നൻസിയുടെ അടിസ്ഥാനത്തിലാണ് പ്ലാൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇനി ന്യൂട്രിയൻസിനെ പറ്റി പറയാം. നമുക്ക് എല്ലാവർക്കും, ഇവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാർക്കും പ്രഗ്നൻസി എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം നമ്മൾ കൂടുതൽ ന്യൂട്രിയൻ റിച്ച് ആയിട്ട് കഴിക്കണം. പക്ഷെ പ്രധാനമായിട്ടും ചില ന്യൂട്രിയൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട വൈറ്റമിൻ സി ഇസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. വൈറ്റമിൻ സിയുടെ കാര്യം ഞാൻ എടുത്തു പറയാൻ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ പല ന്യൂട്രിയൻസും കൂടുതൽ അളവിൽ കഴിക്കുമ്പോൾ നമുക്കൊരു സംശയമാണ് ഇത് ടോക്സിസിറ്റി ഡെവലപ്പ് ചെയ്യുമോന്ന്. ഈ വെള്ളത്തിൽ അലിയുന്നതായിട്ടുള്ള ഏത് വിറ്റമിൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ പറ്റി അധികം വറീഡ് ആവണ്ട. വൈറ്റമിൻ സി, ഫോളിക് ആസിഡ്, ഇവയൊന്നും നമ്മൾ ഒരു എക്സ്ട്രാ എമൗണ്ട് കഴിച്ചു എന്ന് വെച്ച് നമുക്ക് ഒരിക്കലും ഒരു ഭയം ആവശ്യമില്ല. എന്താന്ന് വെച്ചാൽ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നല്ല അളവിൽ നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിച്ചാൽ തന്നെ നമുക്ക് അത്രയും വറീഡ് ആവണ്ട. പിന്നെയുള്ളതാണ് ഹെൽത്തി ഫാറ്റ്സ്. ഹെൽത്തി ഫാറ്റ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ രണ്ട് ടൈപ്പ് ഫാറ്റ്സ് ഉണ്ട്, വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ഫാറ്റ്. ഇതിൽ വിസിബിൾ ഫാറ്റിന്റെ കാര്യമാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളൂ. ഇൻവിസിബിൾ ഫാറ്റിനെ പറ്റി നമുക്ക് പലപ്പോഴും അറിയുന്നില്ല. ഇൻവിസിബിൾ ഫാറ്റ് എന്ന് പറയുന്നത് ഭക്ഷണത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ടൈപ്പ് ഓഫ് ഫാറ്റ്, അതാണ് നമ്മൾ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. അതിനെയാണ് ഇൻവിസിബിൾ ഫാറ്റ് എന്ന് പറയുന്നത്. വിസിബിൾ ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഫാറ്റ്സ്, അത് എണ്ണ, വെണ്ണ, അതുപോലെ ക്രീം, ഇതെല്ലാം ഒരു ടൈപ്പ് ഓഫ് ബട്ടർ, ഇതെല്ലാം വിസിബിൾ ഫാറ്റ് ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോരോ കാറ്റഗറി ഇതിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഫോളിക് ആസിഡിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ, ഫോളിക് ആസിഡ് ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ന്യൂട്രിയൻസ് വിച്ച് ഇസ് ഗവേണിംഗ് ദ ബ്രെയിൻ. അതിൽ ഫോളിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി വരികയാണെങ്കിൽ ആ ഭ്രൂണമായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഫസ്റ്റ് 3 monthsലുള്ള ആ ബ്രെയിൻ ഡെവലപ്മെന്റിന് പലതരത്തിലുള്ള തകരാറുകളും ഈ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടേഴ്സ് എപ്പോഴും ഈ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ ഇനീഷ്യലി നമ്മൾ പ്രഗ്നന്റ് ആയി എന്നറിഞ്ഞാലും അല്ലെ കൺസീവ് ചെയ്യാൻ ശ്രമിക്കുന്ന ടൈം തൊട്ട് ഫോളിക് ആസിഡ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറയുന്നത്. പിന്നെ ഈ ഹോൾ ഗ്രെയിൻസ്, ഹോൾ ഗ്രെയിൻസ് വേറെ ഒന്നുമല്ല, നമ്മൾ തവിട് മാറ്റാത്ത ധാന്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ തവിടിന്റെ ഭാഗം, അതായത് ആ ഔട്ടർ ലെയർ ഓഫ് ഓൾ പൾസസ് ആൻഡ് ഗ്രെയിൻസ് നമുക്ക് ബി വിറ്റമിൻസ് നല്ല സപ്ലൈ തരും. അയൺ റിക്വയർമെന്റ് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടൊരു കാര്യമാണ്. അനീമിയ ഇൻ പ്രഗ്നൻസി വരാൻ പാടില്ല എന്നുള്ള. ഒരു പ്രഗ്നന്റ് ലേഡിക്ക് ഏറ്റവും കൂടുതൽ ബോഡിയിൽ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് ഇസ് ഓഫ് കോഴ്സ് ദ ബ്ലഡ് വോളിയം ഇസ് ഇൻക്രീസിങ്. അത് തീർച്ചയായിട്ടും അതിന് സപ്പോർട്ടീവ് ആയിട്ട് ആ പ്രഗ്നന്റ് ലേഡിക്ക് ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ആയിട്ട് മാറേണ്ടത് അയൺ റിസർവ്സ് ആണ് ഇൻ ദ ബോഡി. സോ അതുകൊണ്ട് തന്നെയാണ് അയൺ റിക്വയർമെന്റ് കൂടുന്നത്. ഈ ബോഡിയിൽ പ്രഗ്നന്റ് ലേഡിയുടെ അയൺ റിസർവ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. സോ ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടന്റ് റീസൺ. കാൽഷ്യം ആൻഡ് പ്രോട്ടീൻ, ഓഫ് കോഴ്സ് ഇനി പുതിയ ഒരു സെല്ലോ ഒരു ഓർഗനോ ഒരു ബോഡിയിൽ ഉണ്ടാവുമ്പം ഈ രണ്ട് ന്യൂട്രിയൻസും വളരെ അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഗിവൺ പ്രോപ്പർലി ആ ഗ്രോത്ത് പാറ്റേൺ വിൽ നോട്ട് ബി കറക്റ്റ്. പിന്നെ കാൽഷ്യം ഡയറക്റ്റ് ലിങ്ക് ടു ബോൺ ഫോർമേഷൻ ആൻഡ് ആ ഒരു കോൺസെപ്റ്റ് നോട്ട് ഓൺലി ഫോർ ഫീറ്റസ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും കുഞ്ഞിന്റെ വളർച്ചയ്ക്ക്, കുഞ്ഞിന്റെ ബോൺസിന് വേണ്ടിയിട്ടാണ് കാൽഷ്യം അമ്മ കൂടുതൽ കഴിക്കണം എന്ന് പറയുന്നത്. ബട്ട് അഗൈൻ ലാക്ടേഷൻ പ്രോസസ്സ്, മുലയൂട്ടുന്ന സമയത്തും അമ്മയുടെ കാൽഷ്യം റിസർവ്സ് എങ്ങനെയാണ് ബോഡിയിൽ, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുലയൂട്ടലിനും സുഗമമായി നടക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രഗ്നൻസിയുടെ ന്യൂട്രീഷൻ facts or nutrients which are required. Next slide please.
ഈ സ്ലൈഡ് ഞാൻ ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ എങ്ങനെയാണ് ഈ ട്രൈമസ്റ്ററിൽ ഇങ്ങനെ എനർജിയും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സെഡൻഡറി ആയിട്ട് വലിയ കാര്യമായിട്ട് ശാരീരിക അധ്വാനം ചെയ്യാത്ത ഒരു ലേഡി ആണെങ്കിൽ എത്ര കാലറിയാണ് നോർമൽ സിനാരിയോയിൽ വേണ്ടേ അത് തന്നെ ആവശ്യമുള്ളൂ അവരുടെ ഫസ്റ്റ് 3 monthsന്. സെക്കൻഡ് ട്രൈമസ്റ്ററും തേർഡ് ട്രൈമസ്റ്ററും ആവുമ്പോഴാണ് അവരുടെ കാലറി റിക്വയർമെന്റ് എനർജി റിക്വയർമെന്റ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ എനർജി റിക്വയർമെന്റ് കൂടുമ്പോൾ നാച്ചുറലി കാർബോഹൈഡ്രേറ്റ് ഇൻടേക്കും കൂടേണ്ടതാണ്. അപ്പൊ ഈ റെഡ് കളേഴ്സിൽ കാണിച്ചിരിക്കുന്നതെല്ലാം ഇസ് ഷോയിങ് ദാറ്റ് ഇൻക്രീസ് ഇൻ കാലറി, പ്രോട്ടീൻ, ഫാറ്റ് ഇതെല്ലാം ഇൻക്രീസ്. കാൽഷ്യം റിക്വയർമെന്റ് ഇപ്പൊ കറന്റ് ആയിട്ട് ഈ ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പ്രീവിയസ്ലി ഉള്ള റെക്കമെൻഡേഷൻസിൽ നിന്ന് കുറച്ച് മാറ്റിയാണ് പറയുന്നത്. പ്രീവിയസ്ലി നോർമൽ ആയിട്ടുള്ള വ്യക്തികൾക്ക് ലേഡീസിന് 800 milligram, പിന്നെ ഇറ്റ് വാസ് ഇൻക്രീസ് ടു 1000, പിന്നെ ഇടയ്ക്ക് അത് വീണ്ടും കൂട്ടിയിരുന്നു. ബട്ട് കറന്റ്ലി ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ ദാറ്റ് റേഞ്ച് 1000 തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് പറയുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റമിൻ സിയുടെ അളവ്. അപ്പൊ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ wherever it is easy for us to increase requirements, അത് പ്രോപ്പർ ആയിട്ട് അതിന്റെ ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ പ്ലാൻ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ന്യൂട്രിയൻസ് എൻട്രി ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാം, ഈ വൈറ്റമിൻ സിയുടെ എക്സാമ്പിൾ നമ്മൾ ആദ്യം ചിന്തിക്കുമ്പം എല്ലാവരും നാരങ്ങ വെള്ളം അല്ലെങ്കിൽ നാരങ്ങ ഓറഞ്ച് എന്ന് ചിന്തിക്കുന്നു. അപ്പം ഇഫ് യു ആർ തിങ്കിങ് അബൌട്ട് ആംല, അങ്ങനെയാണെങ്കിൽ ഓർ നെല്ലിക്കയാണ് റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി. സെയിം പേരയ്ക്ക, പലപ്പോഴും പേരയ്ക്കൊക്കെ വീട്ടിലുണ്ടെങ്കിലും നമ്മൾ അതിനെപ്പറ്റി അത് ഉപയോഗിക്കാതെ പോകുന്നു, ബിക്കോസ് വി ഡോണ്ട് നോ അത് വൈറ്റമിൻ സി റിച്ച് ആണെന്ന്. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ റിക്വയർമെന്റ് ഒരുവിധം മീറ്റപ്പ് ചെയ്യാം. ബട്ട് ഡെഫിനറ്റ്ലി കാൽഷ്യം മീറ്റ് ചെയ്യാനും അയൺ മീറ്റ് ചെയ്യാനും ഫോളിക് ആസിഡ് മീറ്റ് ചെയ്യാനും ചിലപ്പോൾ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ അത്യാവശ്യമായിട്ട് വരും. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇനി എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ജനറലി അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, പ്രഗ്നൻസി ടൈമിൽ stay away from any unfamiliar foods. ഈ unfamiliar foods are always dangerous. എന്തെങ്കിലും തരത്തിൽ ബോഡിയിൽ ഒരു റിയാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റിനായിട്ട് ആ പ്രഗ്നന്റ് ലേഡി മൂവ് ചെയ്യേണ്ടി വരും. സോ അൺഫെമിലിയർ ഫുഡ്സ് കഴിയുന്നതും എക്സ്പെരിമെന്റ്സ് ഒന്നും നമ്മുടെ ഫുഡ് ഇൻടേക്കിൽ ചെയ്യാതിരിക്കുക. ഷെൽ ഫിഷസും ഇതുപോലെ ഡീപ് സീ ഫിഷസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കക്ക വർഗത്തിൽപ്പെടുന്ന മീനുകൾ, അതുപോലെ മെർക്കുറി കണ്ടന്റ് കൂടുതലായിട്ട് വരുന്ന ഫിഷസ്, അതായത് ഡീപ് സീ ഫിഷസ് എന്ന് പറഞ്ഞാൽ ഈ ചില ടൈപ്പ് ട്യൂണ, ചില ടൈപ്പ് സാൽമൺ, ഇതെല്ലാം ചിലപ്പോൾ മെർക്കുറി കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പൊ അതെല്ലാം പ്രഗ്നന്റ് ലേഡിക്ക് ആന്റഗണിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. സോ ഇറ്റ് ഇസ് ലിറ്റിൽ ഡേഞ്ചറസ് ഫോർ ദം ടു ടേക്ക് ഇറ്റ് ഓൺ എ റെഗുലർ ബേസിസ്. കാഫിനേറ്റഡ് ആൻഡ് കാർബണേറ്റഡ് ബെവറേജസ് ഇസ് എന്ത് ടൈപ്പ് ഓഫ് കോഫി, ടീ നമ്മൾ കഴിക്കുമ്പോഴും അതിന്റെ ആ കഫീൻ കണ്ടന്റ് ഇസ് ഗോയിങ് ടു pass through the placenta into the fetus. So it's like a hyperactivity or at the same time അമ്മയ്ക്ക് ഉറക്കം ശരിയാവാതെ വരിക, ഇങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്. ഡീപ് ഫ്രൈഡ് ഫുഡ്സ്, സ്വീറ്റ്സ്, സ്പൈസി ഫുഡ്സ്, ജങ്ക് ഫുഡ്സ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇതെല്ലാം ഇൻ വൺ വേ ഓർ ദി അതർ പ്രഗ്നൻസി ടൈമിൽ പ്രത്യേകിച്ചും ഡീപ് ഫ്രൈഡ് ഫുഡ്സ്, സ്പൈസി ഫുഡ്സ് ആൻഡ് സ്വീറ്റ്സ് കൺട്രോളിൽ തന്നെ കഴിക്കണം. എപ്പോഴും ഈ നമ്മളുടെ കൾച്ചറിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വി ഹാവ് ദിസ് ടെൻഡൻസി ടു ടേക്കിംഗ് ലോട്ട് ഓഫ് ഫ്രൈഡ് ഫുഡ്സ്. ഈ പ്രഗ്നന്റ് ആയിട്ടുള്ളവരെ കാണാൻ പോകുമ്പോൾ കൊടുക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാധനം നമ്മൾ കഴിക്കുകയും നമുക്ക് അത്രത്തോളം ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ എക്സസൈസോ കൊടുക്കാൻ പറ്റാതെ വരുന്ന സ്ഥിതിയിൽ ഇതെല്ലാം എക്സസീവ് എമൗണ്ട് ഓഫ് എനർജി ആയിട്ട് വരും. അപ്പൊ എക്സസീവ് ആയിട്ട് വരുമ്പം ഇത് ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ യൂട്ടിലൈസേഷനേക്കാൾ കൂടുതൽ കുട്ടിയിൽ അതിന്റെ ഇമ്പാക്ട് എന്താ വരുന്നത് വെച്ചാൽ, കുട്ടി നോർമൽ വെയിറ്റ് ഗെയിൻ പാറ്റേണിനേക്കാൾ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ഗെയിൻ പാറ്റേണിലേക്ക് പോകും. ആൻഡ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ അറ്റ് ഓൾ ടൈംസ് പ്രഗ്നൻസിയിൽ ടോട്ടലി ഇറ്റ്സ് ഷുഡ് ബി അവോയ്ഡ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. This is a picture of all the high calorie foods. ഞാൻ ഒരു representation for that എന്ന രീതിയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. Next slide. And the common complications. Now I am going to talk about gestational diabetes. So normal pregnancy യിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ചില unavoidable situations കൊണ്ട് ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് വരാം. അതിന് ഇന്ന ഒരു പ്രത്യേക ഒരു കാരണം എന്ന് പറയാൻ പറ്റില്ല. പല റീസൺസ് കൊണ്ടാണ് ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് വരിക. അതിലെ ഏറ്റവും കോമണസ്റ്റ് കോംപ്ലിക്കേഷൻ നൗ ഡേയ്സ് ഇസ് ജെസ്റ്റേഷണൽ ഡയബറ്റിസ്. അതെന്താന്ന് പറയാം. നെക്സ്റ്റ് സ്ലൈഡ്.
ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയുന്നത് പ്രഗ്നൻസിയിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഡയബറ്റിസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഷുഗർ എലിവേഷനെയാണ് നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഒരു 6 months to 7 months അതിന്റെ ആ കാലയളവിൽ 24 to 28 വീക്സിൽ കാണപ്പെടുന്ന എലിവേഷൻ ഇൻ ഷുഗറിനെയാണ് നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അതിന് മുമ്പ് കാണപ്പെടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഫസ്റ്റ് 3 monthsന്റെ ഇടയിൽ കാണപ്പെടുന്ന ഷുഗർ എലിവേഷനെ എല്ലാം നമ്മൾ കൃത്യമായിട്ടും അത് ജസ്റ്റേഷണൽ ഡയബറ്റിസ് ആണെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് അതേ ലേഡിയില് ഈ ഷുഗറിന്റെ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഇമ്പയർമെന്റ് ഒരു 3 മാസം മുൻപ് തുടങ്ങിയിട്ടുണ്ടാവും. അത് കണ്ടുപിടിക്കാതെ പോയിട്ട് ഈ പീരിയഡിൽ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നതായിരിക്കും. സോ ദാറ്റ് ഇസ് വൺ ഇമ്പോർട്ടന്റ് തിങ് വിച്ച് ഓൾ ഓഫ് us മസ്റ്റ് റിമെമ്പർ. ആ ഫസ്റ്റ് തുടക്കത്തിൽ കാണുന്നതിന്റെ ഇൻഡിക്കേഷൻ അവരുടെ ബോഡിയിൽ ആ പ്രവണത ഉണ്ടെന്ന് തന്നെയാണ്. ബട്ട് ഈ പ്യുവർ ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് ടൈമിലൊന്നും അല്ല, ബിറ്റ്വീൻ ദാറ്റ് 24th and 28th വീക്കിൽ കാണുന്നതാണ്. ആൻഡ് അതിന്റെ പ്രിവാലൻസ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഹൈ. ഇന്ത്യയിൽ ഇപ്പൊ പ്രീവിയസ് സെഷൻസിൽ പറഞ്ഞു കേരളം ഇസ് ബിക്കമിങ് ഇസ് ദി ഡയബറ്റിസ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു. ബട്ട് ഐ തിങ്ക് ഇനിയും വരുന്ന ഒരു പ്രോബ്ലം ഇസ് ഗോയിങ് ടു ബി ദിസ് ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ്, which is not only affecting the mother but also the unborn child and the future generation. Next slide please. സോ ഇതെന്താണ്, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എല്ലാവർക്കും തരണം എന്ന് ഞാൻ വിചാരിച്ചു. ഇതിൽ പ്രധാനമായി പ്രഗ്നൻസിയിൽ വരുന്ന മേജർ മാറ്റങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ പ്ലാസന്റയിലൊക്കെ വരുന്ന പലതരത്തിലുള്ള ഹോർമോൺസ്, ഗ്രോത്ത് ഹോർമോൺ, കോർട്ടിസോൾ, പ്രൊലാക്റ്റിൻ, ഇങ്ങനെ കുറെ ഹോർമോൺസിന്റെ വ്യതിയാനങ്ങൾ ഒരു പ്രഗ്നന്റ് ലേഡിയുടെ ബോഡിയിൽ ഉണ്ടാവുന്നുണ്ട്. ചിലരുടെ ബോഡിയുടെ പ്രവണത എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അസോസിയേറ്റ് ചെയ്ത ഒരു ഇൻസുലിന്റെ റെസിസ്റ്റൻസ് വരുന്നു. അപ്പൊ ചിലരുടെ ബോഡിയിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. കോമ്പൻസേറ്ററി ഇൻസുലിൻ സെക്രീഷൻ ദേ വിൽ ബി ഏബിൾ ടു ഡു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ദേ വിൽ നോട്ട് ഹാവ് എനി ചേഞ്ച് ഇൻ ബ്ലഡ് ഷുഗേഴ്സ്, അവരുടെ നോർമൽ പ്രഗ്നൻസി ആയിട്ട് തന്നെ മൂവ് ചെയ്യും. ബട്ട് ചിലരുടെ ബോഡിയിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ റെസിസ്റ്റൻസിനെ മറികടക്കാനുള്ള ഒരു തടസ്സം അവരുടെ ബോഡിയിൽ ഉണ്ടാവും. അത് ചിലപ്പോൾ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ആവാം, ചിലപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാവാം, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഹൈപ്പോതൈറോയിഡിസം ഓർ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ്, അങ്ങനെ എന്തെങ്കിലും എക്സിസ്റ്റിംഗ് പ്രോബ്ലം ഉള്ളവരില് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഓവർകം ചെയ്യാൻ പറ്റാതെ വരുമ്പം ഈ വരുന്ന ഗ്ലൂക്കോസിനെ എല്ലാം അൺമാനേജ്ഡ് ആയിട്ടിരിക്കുകയും അങ്ങനെയാണ് അവര് ഈ പ്രഗ്നൻസിയിൽ ഡയബറ്റിസ് അല്ലെങ്കിൽ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് മൂവ് ചെയ്യുക. ബട്ട് 100% നമുക്ക് ഒരിക്കലും ഒരു വ്യക്തി വണ്ണം വെച്ചിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഉള്ള ഒരാൾക്ക് എന്തായാലും ജെസ്റ്റേഷണൽ ഡയബറ്റിസ് വരുന്നു പറയില്ല. ബട്ട് ഇങ്ങനത്തെ കാറ്റഗറി ഓഫ് പീപ്പിൾ ആർ അറ്റ് ഹൈ റിസ്ക് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ആൻഡ് ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ്, ഇത്രയും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഒരിക്കലും ഒരു റിസ്ക് ഫാക്ടർ വെച്ചിട്ട് നമുക്ക് അതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. വൺ ഇസ് ദ ഹെറിഡിറ്ററി ഇൻഫ്ലുവൻസ്. ഞാനിപ്പോ ജെസ്റ്റേഷണൽ ഡയബറ്റിസിലെ ഒരു സ്റ്റഡി ചെയ്യുന്നതുകൊണ്ട് തന്നെ പറയാണ്, ഞാൻ കണ്ട പേപ്പേഴ്സ്, റിസർച്ച് പേപ്പേഴ്സ്, ആർട്ടിക്കിൾസിലെല്ലാം ഹെറിഡിറ്ററിക്ക് ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരുടെ വീട്ടിലും കൂടുതലായിട്ടും ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എപ്പോഴും മനസ്സിലാക്കുക ആ ജനറേഷൻ ടു ജനറേഷൻ ഇത് പാസ് ഓൺ ചെയ്യുന്ന ഒരു പ്രോബ്ലം കൂടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഫാമിലിയിൽ ഉള്ള ലേഡീസ്, സ്പെസിഫിക്കലി അഡോളസെന്റ് ആയിട്ടുള്ള വിമൻ ഇൻ റീപ്രൊഡക്റ്റീവ് ഏജ് ഹാവ് ടു ബി വെരി കെയർഫുൾ. ബിക്കോസ് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഈ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ. സെക്കൻഡ് വൺ ഇസ് പ്രീ ഡയബറ്റിസ്. നേരത്തെ സെഷൻസിൽ പറയുന്നുണ്ടായി, പ്രീ ഡയബറ്റിസ് എന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു ലേഡി പ്രഗ്നൻസിയിലേക്ക് കടക്കുമ്പോൾ ദർ ഇസ് ഹൈ ചാൻസ് ഓഫ് ദാറ്റ് ലേഡി ബിക്കമിങ് ഒരു ക്ലിയർ കട്ട് ഡയബറ്റിക് മാനേജ്മെന്റിലേക്ക് വരുത്തേണ്ട ആവശ്യം വരാം. പിന്നെ എനി കണ്ടീഷൻസ് റിലേറ്റഡ് ടു ദ ഹാർട്ട്, ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലിപ്പിഡീമിയ, അതായത് ഭയങ്കര BP, ഭയങ്കര കൊളസ്ട്രോൾ ലെവൽ, ഇങ്ങനെയുള്ളവർക്ക് ഒരു റിസ്ക് ഫാക്ടർ കൂടുന്നു. നാലാമത്തെ ഇസ് ഏജ്. ഒരു 35 years above ഉള്ള എല്ലാവർക്കും ദർ ഇസ് എ ഹൈ ചാൻസ് ഫോർ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് ഇൻ പ്രഗ്നൻസി. പ്രത്യേകിച്ച് ഇതില് 35 എന്ന് പറഞ്ഞാലും ഞാൻ കണ്ടിരിക്കുന്നതില് റിസർച്ച് ഇപ്പൊ പറയുന്ന ഇപ്പൊ 35ഉം 45 ഒന്നും അല്ല, ഈവൻ 25 years ഇസ് എ റിസ്ക് ഫാക്ടർ എന്നാണ് പറയുന്നത് ഫോർ GDM. അങ്ങനെ അത്രയും പ്രിഫലൻസ് ആണ് ഇപ്പൊ ഈ പ്രശ്നത്തിന് ഓർ ഡിസോർഡറിനുണ്ടാവുന്നത്. പിന്നെ ഓവർ വെയിറ്റ് ഇസ് വൺ ഫാക്ടർ. നമ്മുടെ ബോഡി വെയിറ്റ് കൂടുതലായിട്ട് ഒരു ലേഡി പ്രഗ്നൻസിയിലേക്ക് കടക്കുമ്പോൾ ലോട്ട് ഓഫ് ഇന്റർഫിയറൻസസ് ആർ ഒക്കറിങ് ഇൻ ദ ബോഡി. പിന്നെ PCOD ഞാൻ ഓൾറെഡി പറഞ്ഞു.
any kind of an imbalance which is already existing in our body, നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ഇംബാലൻസ്, ഹോർമോൺസും പിന്നെ അഡിപ്പോസിറ്റി ഇതെല്ലാം നിൽക്കുന്ന ഒരു വ്യക്തി പ്രഗ്നന്റ് ആകുമ്പോൾ ഈ ഷിഫ്റ്റ് ഓഫ് ദിസ് ഹോർമോൺസ്, ഞാനിപ്പോ നേരത്തെ പറഞ്ഞ സ്ലൈഡിൽ, അത് ഭയങ്കര ഭീകരവും ഭയാനകമായിരിക്കും. അപ്പൊ ബോഡിക്ക് തന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ പ്രീവിയസ്ലി ഫസ്റ്റ് ഡെലിവറിയിൽ അവർക്ക് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത ഡെലിവറിയിലും അത് വരാൻ സാധ്യതയുണ്ട്. എനി കൈൻഡ് ഓഫ് അബോർഷൻ, മിസ്കാരേജ്, പ്രീ ടേം ആയിട്ട് കുഞ്ഞ് ജനിക്കുക, അല്ലെങ്കിൽ കുഞ്ഞ് ഭയങ്കര ഓവർ വെയിറ്റ് ആയിട്ട് ജനിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളിൽ ഇത് വരാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇതിന്റെ കോൺസിക്വൻസസ് ഞാൻ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ വി ഹാവ് ടു ബി കെയർഫുൾ. ഒരിക്കലും ഒരു ജെസ്റ്റേഷണൽ ഡയബറ്റിസ് വന്നു എന്ന് വെച്ച് അങ്ങോട്ട് ഭയപ്പെട്ടിട്ട് നമ്മളെല്ലാം കൂടി ഇങ്ങോട്ട് ഭയങ്കര വെറീഡ് ആയിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിക്കുമോ അങ്ങനെ സംഭവിക്കുമോ എന്ന് ആലോചിക്കാന്നല്ല. ബട്ട് ഇങ്ങനത്തെ ചില കോൺസിക്വൻസസ് ഒക്കെ ഇതിൽ പതുങ്ങിയിരിക്കുന്നുണ്ട്. ഫോർ ദ മദർ ആണെങ്കിൽ BP കൂടാം, പിന്നെ അവർക്ക് എന്തെങ്കിലും ഡെലിവറി റിലേറ്റഡ് പ്രോബ്ലംസ് വരാം, പെരിനിയൽ ടയർ ഉണ്ടാകാം, അല്ലെങ്കിൽ ഹൈ ചാൻസസ് ഓഫ് അതായത് ബ്ലീഡിങ് during after the delivery, bleeding can happen. പിന്നെ in most of the studies they say type 2 ഡയബറ്റിസ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ബേബിയിലാണെങ്കിൽ ഓഫ് കോഴ്സ് റെസ്പിറേറ്ററി പ്രോബ്ലംസ് വരാം. ഈ കുഞ്ഞുങ്ങളിൽ ഹൈപ്പോഗ്ലൈസീമിയ വരാം. അതിന് പറയുന്നത് നിയോനേറ്റൽ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും. അതായത് അമ്മയുടെ ബോഡിയിൽ ഇത്രയും ഭയങ്കര അളവില് ഷുഗർ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന ആ ഷുഗർ കുഞ്ഞിന്റെ ബോഡിയിലേക്കും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, സെയിം സർക്കുലേഷൻ ആയതുകൊണ്ട്. അപ്പൊ അമ്മയുടെ ഉള്ളിൽ ഉള്ളിടത്തോളം സമയം ഈ ഷുഗർ വരുന്നതിനനുസരിച്ച് കുഞ്ഞിന്റെ ബോഡിയിൽ ഇൻസുലിൻ ഫ്ലോ, ഇൻസുലിന്റെ ഉൽപാദനം ഭയങ്കര ഫാസ്റ്റ് ആക്കും. ബിക്കോസ് ഈ വരുന്ന ഗ്ലൂക്കോസ് കുഞ്ഞിന്റെ ബോഡിയിലും യൂട്ടിലൈസ് ചെയ്യണ്ടേ. ബട്ട് ദെൻ ഈ പ്രഗ്നൻസി, അതായത് ഡെലിവറി കഴിയുന്ന ആ സമയത്ത് എന്താ പറ്റുന്നത് വെച്ചാൽ സഡൻ ഷട്ട് ഡൗൺ ഓഫ് ദിസ് ഗ്ലൂക്കോസ് ഇസ് ഹാപ്പനിങ്. കുഞ്ഞിന് പെട്ടെന്ന് സഡൻ ഷട്ട് ഓഫ് ഓഫ് ഗ്ലൂക്കോസ് വരുന്നു. പക്ഷെ കുഞ്ഞിന്റെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇൻസുലിൻ ലെവൽ എപ്പോഴും ഹൈ ആയിട്ട് തന്നെ നിൽക്കുക. അപ്പൊ എന്താ പറ്റുന്നത്, കുഞ്ഞിന്റെ ഉള്ളിലുള്ള ബ്ലഡ് ഷുഗർ ലെവൽ സഡൻ ആയിട്ട് ഡ്രോപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ ഇഫക്ട്സ് ഒക്കെ കുഞ്ഞിന് വളരെ ഡേഞ്ചറസ് ആണ്. പിന്നെ എനി കൈൻഡ് ഓഫ് ഡെലിവറി പ്രോബ്ലംസ്, അതായത് കുട്ടി വലുതായി വരുമ്പോൾ നമുക്ക് ഡെലിവറി ഈസ് എ പ്രോബ്ലം, ആൻഡ് കുഞ്ഞിന്റെ ഷോൾഡർ ഡിസ്റ്റോഷ്യ, ഇങ്ങനത്തെ ഒക്കെ പ്രോബ്ലംസ്, ബർത്ത് ഇഞ്ചുറീസ് ഉണ്ടാവാനും സാധ്യത കൂടുതൽ. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇനി ഇതിന്റെ ഡിറ്റക്ഷന്റെ കാര്യം പറയാം. എല്ലാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇന്ത്യയില് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഹാസ് കം അപ്പ് വിത്ത് ക്ലിയർ കട്ട് ഗൈഡ് ലൈൻസ്. അതിന് ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. പല ഹോസ്പിറ്റലിലും പല രീതിയിലാണ് പല ഗൈഡ് ലൈൻസും ഫോളോ ചെയ്യുന്നത്. എങ്കിലും ഈ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഇസ് സപ്പോസ് ടു ബി എ വെരി ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ഫോർ ഫൈൻഡിങ് ഔട്ട് ഈ GDM, ജെസ്റ്റേഷണൽ ഡയബറ്റിസ് വരാൻ സാധ്യതയുണ്ടോ എന്ന് അറിയണ്ടേ. ഇപ്പോഴത്തെ സിനാരിയോ വെച്ച് പറയുകയാണെങ്കിൽ ഏതൊരു പ്രഗ്നന്റ് ലേഡി ആണെങ്കിലും അവർ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് വിസിറ്റ് ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ തന്നെ ഈ റെഡ് കളറിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്, അതാണ് ഏറ്റവും ഈസിയസ്റ്റ് ടെസ്റ്റിംഗ് മെത്തേഡ്. ഇത് ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡാണ്. വേറെ സാധാരണ OGTT-ന്ന് ഇത് ഭയങ്കര അധികം വ്യത്യാസമുണ്ട്. എന്താന്ന് വെച്ചാൽ ഡയബറ്റിസിന്റെ OGTT റേഞ്ചേ അല്ല പ്രഗ്നൻസിയിലെ ഷുഗർ ലെവൽ റേഞ്ചസ്. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റിന് എന്താ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, ഈ ഡിപ്സി എന്ന് പറയുന്ന ടെസ്റ്റിന്റെ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, ഫാസ്റ്റിംഗിലൊന്നും വരേണ്ട ആവശ്യമില്ല. പ്രഗ്നന്റ് ലേഡി നോൺ ഫാസ്റ്റിംഗ് സ്റ്റേറ്റിൽ വന്ന് 75 ഗ്രാം ഗ്ലൂക്കോസിന്റെ പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അവര് തരും, അത് കുടിക്കുക. എന്നിട്ട് 2 hour കഴിഞ്ഞ് എന്താണ് വാല്യൂ എന്നുള്ളതാണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 140 mg/dl ആ വ്യക്തിക്ക് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് ഉണ്ടെന്നാണ് സ്ഥിരീകരിക്കുക. അപ്പൊ ഈ ടെസ്റ്റിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ അതിന്റെ ഇന്റർവെൻഷൻ നമുക്ക് തുടക്കത്തിൽ തന്നെ ചെയ്യാം. അപ്പൊ ആ കോൺസെപ്റ്റ് പലപ്പോഴും ചിലപ്പം പേഷ്യന്റ് ഛർദിലും ഇതൊക്കെ ആയിട്ടിരിക്കും, അവർ പറയും ഇപ്പൊ പറ്റില്ല പിന്നെ ചെയ്യാം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ഈ ടെസ്റ്റിന്റെ നേരത്തെ കണ്ടുപിടിക്കാനുള്ള ആ വിൻഡോ അങ്ങ് നഷ്ടപ്പെടും. സോ ഓൾവേസ് ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവരും മനസ്സിൽ വെക്കണം. ആൻഡ് ഇങ്ങനെ കണ്ടുപിടിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡയറ്ററി തെറപ്പി, അതായത് മെഡിക്കൽ ന്യൂട്രീഷൻ തെറപ്പി എന്ന് പറയും. മെഡിക്കൽ ന്യൂട്രീഷൻ തെറപ്പിയും എക്സസൈസും നമ്മൾ 2 ആഴ്ച ഇങ്ങനെ എന്തെങ്കിലും ഡീവിയേഷൻ ഷുഗറിലുണ്ടെങ്കിൽ അതാണ് ആദ്യം ചെയ്യേണ്ടത്. 2 ആഴ്ച ചെയ്തിട്ടും കാര്യമായ വ്യത്യാസം ഇല്ലെങ്കിൽ
മാത്രമേ നമുക്ക് മെഡിസിന്റെ ഡിപ്പെൻഡൻസി വരുള്ളൂ. പലപ്പോഴും ഡോക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ ആ പ്രഗ്നന്റ് ലേഡിക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രഗ്നന്റ് ലേഡിക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞല്ലോ ഓരോ ഹോസ്പിറ്റലിന്റെ ബേസ് ചെയ്ത് ഡിഫറൻസ് ഉണ്ടാവും. ബട്ട് ഐഡിയലി ഇങ്ങനെ എന്തെങ്കിലും ഒരു തകരാറ് കണ്ടുപിടിച്ചാൽ ഡയറ്ററി തെറപ്പി പിന്നെ എക്സസൈസും ചെയ്ത് ഒരു 2 ആഴ്ച ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ മെഡിസിനും അല്ലെങ്കിൽ ഇൻസുലിനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മിക്കപ്പോഴും ഡയറ്ററി ട്രീറ്റ്മെന്റ് അതായത് മെഡിക്കൽ ന്യൂട്രീഷൻ തെറപ്പി നമ്മൾ ഭക്ഷണം ഷുഗറിന്റെ കൺട്രോളിങ്ങിനുള്ള രീതിയിൽ നമ്മൾ കഴിക്കുകയും എക്സസൈസും ചെയ്താൽ തന്നെ ഒരു 90 to 95% ഓഫ് pregnant ladies can still have a normal delivery without complications. Okay, next slide. ഇനി ഇതിന്റെ പ്രിവെൻഷൻ ആസ്പെക്ട്സ് ഞാൻ പറയുകയാണെ, ഇപ്പൊ നമ്മൾ ത്രൂ ഔട്ട് ദിസ് സീരീസ് ഓഫ് സെഷൻസ് വി വർ ഡിസ്കസിങ് അബൌട്ട് റൈറ്റ് ഫുഡ് ചോയ്സസ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ബോഡി വെയ്റ്റ്, റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി, അഡിക്വേറ്റ് സ്ലീപ്പ്. ഇതെല്ലാം ചെയ്യേണ്ട പ്രഗ്നൻസിയുടെ മുമ്പായിരിക്കണം എന്നാണ് ഞാൻ ഈ മെസ്സേജ് ഇവിടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ഒരു കപ്പിൾ വെൻ ദേ ആർ മാരിഡ് ആൻഡ് വെൻ ദേ ഹാവ് പ്ലാൻസ് ടു ഹാവ് എ ഫാമിലി, അങ്ങനെയുള്ള ഒരു കപ്പിൾ, മാരീഡ് കപ്പിൾ ഷുഡ് ഓൾവേസ് തിങ്ക് അബൌട്ട് ദെയർ ഓൺ ന്യൂട്രീഷണൽ സ്റ്റേറ്റസ്. നമ്മളുടെ ന്യൂട്രീഷണൽ സ്റ്റേറ്റസ് പ്രോപ്പർ ആയിട്ട് വെച്ചിട്ട് ഈ ഒരു പ്രോസസ് ഓഫ് കൺസെപ്ഷൻ ആൻഡ് ഹാവിങ് എ ബേബി ഇസ് ദി ഐഡിയൽ മെത്തേഡ്. ബിക്കോസ് ഇതിലെല്ലാം ഡീവിയേഷനും സ്ട്രെസ്ഡ് ഔട്ടും ആയിട്ടുള്ള ഒരു ലേഡിക്ക് എപ്പോഴും ആ കൺസെപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നാലും ഓൾവേസ് ഒരു ടോർമെന്റഡ് സിറ്റുവേഷൻ മാറാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ബോഡി വെയ്റ്റും ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ റിസ്ക് ഫാക്ടേഴ്സും നിൽക്കുന്ന ഒരാൾക്ക് എപ്പോഴും അങ്ങനെ ഒരു സേഫ് വേ ഓഫ് പ്രഗ്നൻസി ഉണ്ടാക്കിയെടുക്കാൻ ചിലപ്പോൾ ഡിഫിക്കൽട്ടി വന്നേക്കാം. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാനിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നവഡേസ് ഇപ്പോഴത്തെ നമ്മുടെ ജനറൽ ലൈഫ് സ്റ്റൈലും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ all youngsters should not just jump into the activity of married ആയി കഴിഞ്ഞാൽ സാധാരണ ഉള്ള ഒരു നമ്മളുടെ കൾച്ചറിന്റെ ബേസിസിൽ പറയാണ്, ഒരു വർഷം കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും വിശേഷമായില്ലേ. ബട്ട് ദെൻ എന്റെ ടേക്ക് ഫോർ the young people is that unless you are confident about your health, unless you are confident about starting a family, always be very careful when you think about having a family and moving forward with your life. Next slide, please. My plate again, ഞാൻ again ഇത് ഡിസ്കസ് ചെയ്യുന്നില്ല, ബട്ട് ദിസ് ഇസ് an ideal way for us to realize എന്താണ് ഈ രീതിയിൽ നമ്മൾ കഴിക്കേണ്ട രീതിയെ പറ്റി നമ്മൾ എപ്പോഴും അവെയർ ആയാൽ നമുക്ക് കുറച്ചുകൂടി പ്രിവെന്റീവ് മോഡിലേക്ക് പോകാൻ പറ്റും. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇതൊരു റിയലിസ്റ്റിക് പ്ലേറ്റ് ആണ്. ആ പ്ലേറ്റിന്റെ ഒരു റിയലിസ്റ്റിക് പ്ലേറ്റ് നമ്മൾ വീട്ടില് ഒരു what do you call ഒരു ബാലൻസ് മീൽ എന്ന രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഡിഫറെന്റ് കളേഴ്സ് ഉള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പ്രോട്ടീൻ റിച്ച്, ഇപ്പൊ ചോറിന്റെ വോളിയം ബാക്കി വെജിറ്റബിളിന്റെ വോളിയം ഇപ്പം ലാസ്റ്റ് ഫ്യൂ സെഷൻസിലൊക്കെ പറയുന്നുണ്ട് ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് യുവർ പ്ലേറ്റ് ഷുഡ് ബി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. ഇത് വെജിറ്റബിൾ ഡെൻസിറ്റി കൂടുതലാണെങ്കിലും ഇതില് റൈസ്, പിന്നെ അതിലുള്ള സാമ്പാറിൽ പരിപ്പുണ്ട്, പിന്നെ ആ ചീരയും പയറും ഉള്ള തോരൻ അതിലും പയറുണ്ട്. സോ പ്രോട്ടീൻ റിക്വയർമെന്റ്, പിന്നെ ഫൈബർ റിക്വയർമെന്റ്, മൈക്രോന്യൂട്രിയൻ റിക്വയർമെന്റ്, കാർബോഹൈഡ്രേറ്റ് റിക്വയർമെന്റ്, ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അഗൈൻ ഞാൻ പറയുന്നു, ഇത്രയും ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും 3 ടൈപ്പ് വെജിറ്റബിൾ ഒക്കെ ആരുണ്ടാക്കാനുണ്ട്. The concept which I am trying to say is try to maximize your intake of vegetables and fruits in your diet. Next slide please. പിന്നെ again the easiest way to remember how to maintain vitamins and minerals നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, let there be more colors in your plate. Next slide please. And this is a slide which is the most interesting slide to help us understand ഇതൊക്കെയാണ് healthy foods. Because ഇതില് if you see none of the food is like refined. അപ്പൊ റിഫൈനിങ് പ്രോസസ്സിനെ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. ഹോൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ സ്പ്രൗട്ടിങ്, ഇതെല്ലാം പറയുണ്ടായി. ആൻഡ് വെനെവർ യു ആർ ടേക്കിംഗ് മീറ്റ്, നമ്മൾ മീറ്റ് എപ്പോഴും ഭയങ്കര ഓയിലിയും, പിന്നെ ഒരു ടെൻഡൻസി ഉണ്ട് എല്ലാവർക്കും ഈ കറികളുടെയൊക്കെ ഗ്രേവിയും ചാറും കൂടുതൽ കഴിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വരുമ്പം നാച്ചുറലി നമ്മുടെ ഇൻടേക്കിൽ ഓയിൽ കൺസംഷൻ കൂടുകയാണ്. പിന്നെ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, ഈ പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക് ഭയങ്കര ക്രേവിങ്സ് ആണ്. പല പല സാധനങ്ങൾ കഴിക്കാൻ, മുമ്പ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഇപ്പൊ കഴിക്കാൻ പറ്റുന്നില്ല. ഈ ക്രേവിങ്സിന്റെ അടിസ്ഥാനത്തിലും അവര് ചിലപ്പോൾ തെറ്റായ രീതിയിൽ പല സാധനങ്ങളും കഴിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ കഴിക്കുമ്പോഴും ദ ഇമ്പാക്ട് ഇസ് അഗൈൻ ഓൺ യുവർ ഹെൽത്ത്.
സോ അതെപ്പോഴും കെയർഫുൾ ആകുക. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് അബൌട്ട് എക്സസൈസ്. പ്രഗ്നൻസിയിൽ പ്രത്യേകിച്ചും എല്ലാവർക്കും മടിയാണ് എക്സസൈസ് ചെയ്യാൻ. ചിലർക്ക് പേടിയാണ് എന്തെങ്കിലും അബോർഷൻ, മിസ്കാരേജ് ഇങ്ങനെ വല്ലതും ഉണ്ടാവുമെന്ന്. അങ്ങനെ ഹിസ്റ്ററി ഉണ്ടായവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒരു അടി അനങ്ങുക എന്നുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യാനേ പോകുന്നില്ല. ബട്ട് ദെൻ there are a lot of studies which suggest that നമ്മൾ ഒരു നോർമൽ രീതി നമ്മുടെ എങ്ങനെയായിരുന്നു, നമ്മൾ കുറച്ച് നടക്കുകയും അല്ലെ വർക്ക് ചെയ്യാൻ പോകുന്നവരും ഒക്കെ ആയിരുന്നെങ്കിൽ അതേ ആക്ടിവിറ്റി തുടരാൻ ശ്രമിക്കുക. കൂടുതൽ ഈ ആലോചന, അയ്യോ കുഞ്ഞിന്റെ ഗ്രോത്ത് ഒക്കെയാണോ, അല്ലെങ്കിൽ ഞാൻ ഇത്ര കഴിക്കണോ, അല്ലെങ്കിൽ ടു മച്ച് പ്രഷർ ഫ്രം ഫാമിലി, എല്ലാവരും കൂടി ഇങ്ങനെ കഴിക്കൂ അങ്ങനെ കഴിക്കൂ, ഇതൊക്കെ പറയുമ്പം ആ പ്രഗ്നന്റ് ലേഡി ആസ് സച്ച് ഇൻ ഇമോഷണൽ ക്രൈസിസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ആസ് മച്ച് ആസ് പോസിബിൾ നമ്മുടെ ഡെയിലി റുട്ടീൻ എങ്ങനെയാണോ അതുപോലെ പോവുക. റുട്ടീനിൽ ഈ ആക്ടിവിറ്റിയുടെ ഒരു അഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആക്ടിവിറ്റിയുടെ അഭാവവും കൂടെ മാറ്റി ഉപയോഗിക്കാൻ ശ്രമിക്കുക. യെസ്. Can you wind up? We were exceeding the time a little bit, so. Yes. I am winding up. That's the last slide. Thank you, ma'am. So the last and the foremost thing is about exercise, which I wanted to say. 150 minutes per week എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ലാതെ divided by 2 ചെയ്താൽ around 20 minutes ഒരു ദിവസം pregnant ladies need to do any kind of activity. So I think അത് easily possible ആണ്. 20 minutes ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ you can split it. Maybe 10 minutes in the morning and 10 minutes in the evening. അങ്ങനെയും ചെയ്യാവുന്നതാണ്. But staying active is also very important as far as pregnant ladies are concerned. Next slide, please. So my message to all those people out there is, എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന pregnancy should be the most cherished and happiest experience in our life, especially for ladies. And ഇങ്ങനത്തെ complications ഉണ്ടായി, it shouldn't be an emotional, stressful and a neglected body and a sleepless night പോലത്തെ ഒരു environment or a situation shouldn't prevail as far as pregnancy is concerned. So thank you so much for your patient listening. Thank you so much, Sindhu ma'am. That was very, very informative. Anybody who wants to ask anything to Sindhu ma'am, you can please post in the chat box. Meanwhile, we have one question, ma'am. Is there any relationship between gestational diabetes and PCOS? Like I said, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ polycystic ovarian disease എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ whole of the female reproductive organ capacity to produce the ovum as well as to maintain the normal ovarian cycle, ഇതെല്ലാം is difficult എന്നുള്ള ഒരു പ്രോസസ്സിലാണ് നിൽക്കുന്നത്. സോ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയിൽ പ്രഗ്നന്റ് ആവാനുള്ള സിറ്റുവേഷൻ വന്നു, അല്ലെ പ്രഗ്നന്റ് ആയി എന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡീറേഞ്ച്മെന്റ് കറക്റ്റഡ് ആവാതെ നിൽക്കുമ്പോൾ ഡെഫിനറ്റ്ലി ദേ ആർ വെരി ഹൈ സസെപ്റ്റബിൾ ടു ബിക്കം ജെസ്റ്റേഷണൽ ഡയബറ്റിസ്. അതാണ് അതിന്റെ ലിങ്ക്. ഓൾറെഡി ബോഡിയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് വരാൻ വലിയ താമസമില്ല. ദാറ്റ്സ് ഓൾ. Same thing, I can see 1 or 2 questions about thyroid and GDM. Again, thyroid imbalances, again, any kind of a hormonal imbalance body il undavumba body ile changes ingane adichu kodukkunna poleya. It's like there is a change and pregnancy il already hormonal fluctuations are more. So it's like you are putting extra burden on the body. So that's one reason why ee pregnant aayittullavaru ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഡോക്ടർ മോണിറ്റർ ചെയ്യാൻ പറയും. തൈറോയിഡ് ഈ ലെവൽസിൽ മെയിൻറ്റെയിൻ ചെയ്യണം, 2ന്റെ ഇടയിൽ നിൽക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ഓഫ് പറയുന്നതിന്റെ റീസൺ ഇസ് ബിക്കോസ് ഓഫ് ദിസ്. ആ ഇംബാലൻസിന്റെ മേളിലോട്ട് പ്രഗ്നൻസിയുടെ ഹോർമോൺസും ഇന്ററാക്ഷൻസും വരുമ്പോൾ സസെപ്റ്റബിലിറ്റി ഫോർ നോട്ട് ഓൺലി GDM, ബാക്കി എല്ലാ പ്രോബ്ലംസ് ലൈക്ക് ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനത്തെ ഇഷ്യൂസ് ഓൾസോ ക്യാൻ കം അപ്പ് ഫാസ്റ്റർ ഫോർ സച്ച് പീപ്പിൾ. I am a preemie 36 days. Morning sickness പറയാൻ എന്തെങ്കിലും റെമഡീസ് ഉണ്ടോ? 36 days ആണോ പറഞ്ഞേ? Okay. So എന്റെ സജഷൻ എന്താന്ന് വെച്ചാൽ മോർണിംഗ് സിക്നസ് യൂഷ്വലി it is like 100% going to happen for most of the ladies first initial 3 months. Any new process that happens in your body triggers a lot of other mechanisms in our system, and vomiting is only a symptom of that. അപ്പൊ ഇതില് കൺട്രോൾ ചെയ്യാൻ ഒരു മെഷർ എന്ന് പറയുന്നത് നീറ്റപാടെ വെള്ളം കുടിക്കുക, ചായ കുടിക്കുക, ഇങ്ങനെയൊക്കെ സഡൻ വാട്ടറി സാധനം ഇമ്മീഡിയറ്റ്ലി കൺസ്യൂം ചെയ്യാതെ ഇഫ് യു ലുക്ക് ഫോർ സംതിങ് ഡ്രൈ like maybe 1 or 2 nuts, or maybe have not citrus fruits, citrus allata fruits like small banana
or look for other dry things like maybe a rusk or a biscuit, like a wheat rusk or a healthy multigrain biscuit or rusk. അങ്ങനെ എന്തെങ്കിലും ഒന്നോ രണ്ടോ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ആ what do you call water content അല്ലല്ലോ ആദ്യം ചെന്നേ. അപ്പോൾ sudden triggering element for vomiting out will be lowered. Okay, usually വെള്ളം വയറിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് tendency വരുന്നത് to vomit. Okay, so if you can do that and see whether it works out, that should be one great idea. And what about type 1 diabetes mellitus and pregnancy? Type 1 diabetes mellitus and type 2 diabetes mellitus both are അതായത് pregnancy കടക്കുന്നതിന് മുമ്പേ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാള് ഈ type 2 ആണെങ്കിലും type 1 ആണെങ്കിലും it's very careful monitoring is required, because from the beginning the glucose monitoring has to be pakka and perfect. And insulin type 1 ഡയബറ്റിസിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഹൈപ്പോഗ്ലൈസെമിക് ഇവന്റ്സും ഒക്കറൻസസും ഉണ്ടാവാതെ നോക്കണം. അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഒരു പ്രത്യേക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ നമ്മളിപ്പോ ഡയബറ്റിസിന് ഫുൾ പറയുകയുണ്ടല്ലോ കാലറി റെസ്ട്രിക്ഷൻ. ഓക്കെ, ഈ കാലറി റെസ്ട്രിക്ഷൻ ഷുഡിൻ ഗോ ഓവർബോർഡ്. ഓവറായിട്ട് നമ്മൾ കാലറി റെസ്ട്രിക്ട് ചെയ്ത് നമ്മൾ ബ്ലഡ് ഷുഗർ എടുത്തു, ആ ഷുഗർ ഇസ് ഓക്കെ, ഐ എം ഫൈൻ, ഐ എം ഓക്കെ, മൈ ബേബി ഇസ് ഫൈൻ. നോ, സംടൈംസ് വാട്ട് വിൽ ഹാപ്പൻ ഇസ് ഓവറായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ കീറ്റോൺസ് റിലീസ് വിൽ ബി മോർ. സോ ഈ കീറ്റോട്ടിക് ഇഫക്ട് ഇൻസൈഡ് ദ ബോഡി ക്യാൻ ഹാം ദ ഫീറ്റസ് ഓൾസോ. സോ അത് ഒരു ടൈറ്റർ കൺട്രോൾ ആയിരിക്കും, ബട്ട് ഇറ്റ് ഹാസ് ടു ബി മോണിറ്റർഡ് പ്രോപ്പർലി. അതിനാണ് ഈ സെൽഫ് മോണിറ്ററിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ്. അത് ഐ തിങ്ക് വി ഹാവ് നോട്ട് ഡിസ്കസ് ദാറ്റ് much in this sessions. ഗ്ലൂക്കോമീറ്റർ വെച്ച് പരിശോധിക്കുന്ന രീതി അത് 100% മാൻഡേറ്ററി ആയിരിക്കും ഈ ഇങ്ങനെയുള്ള കാറ്റഗറിയിലുള്ളവർക്ക് തുടക്കം മുതലേ. Thank you, ma'am. I hope there are no more questions. How to increase HB level? ഞാൻ നേരത്തെ പറഞ്ഞു, in pregnancy it is very difficult to increase HB level only through diet. എന്താന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന സാധനങ്ങളിലൊക്കെ അയൺ കണ്ടന്റ് ഉണ്ടെങ്കിലും, സപ്പോസ് ലൈക്ക് ലീഫി വെജിറ്റബിൾസ് ആർ ഹൈ സോഴ്സസ് ഓഫ് അയൺ എന്ന് നമ്മൾ പറയുന്നു, ലിവർ ഇസ് എ ഗുഡ് സോഴ്സ് ഓഫ് അയൺ, എഗ് യോക്ക് ഇസ് എ ഗുഡ് സോഴ്സ്, നോൺ വെജിറ്റേറിയൻ സോഴ്സസ്, ഇങ്ങനെ ഇതിലൊക്കെ അയൺ ഉണ്ട്. ബട്ട് ആ റിക്വയർമെന്റിലേക്ക് എത്താൻ ഉള്ള വോളിയം ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയില്ല എന്ന് വരും. സോ ആസ് മച്ച് ആസ് പോസിബിൾ അയൺ റിച്ച് ഫുഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. ബട്ട് ആ ഡെഫിഷ്യൻസി ഒട്ടും തന്നെ വരാതിരിക്കാൻ the doctor's recommendation which they give, iron tablets will have to be supplemented for the initial few months. അത് ഒരു ഡോക്ടറും ആ റിസ്ക് എടുക്കൂല. നിങ്ങൾ ഡയറ്റിൽ അയൺ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്ത് ശരിയാക്കിയാൽ മതി, മരുന്ന് കഴിക്കണ്ട എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഹാർഡ്ലി വർക്ക്സ് ഫോർ ഓൾ ഓഫ് us. What is the importance of high alkaline phosphates in pregnancy? Alkaline phosphatase എന്റെ അറിവിൽ ഞാൻ പറയുകയാണെങ്കിൽ യൂഷ്വലി ആ ഇലക്ട്രോലൈറ്റ് മെക്കാനിസത്തിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് ഈ ആൽക്കലൈൻ ഫോസ്ഫറ്റേസിന്റെ ചേഞ്ചസ് ബോഡിയിൽ ഉണ്ടാവുക. ലൈക്ക് ഐ സെഡ്, ഈ alkalinity is also associated with the ketones that is produced in the body. ആ levels, if it is increasing due to your diet control or whatever it is, then that should be given proper weightage and the root cause found out. എന്തുകൊണ്ടാണ് അത് ഉണ്ടായെന്നുള്ള we'll have to find out. പിന്നെ ടെക്നിക്കലി ഇന്നൊരു ഡയറ്റ് കൊണ്ട് മാത്രം അങ്ങനെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. Thank you, ma'am. We have answered all the questions. Thank you. Okay. Thank you for the session, ma'am.